ഇപ്പോൾ കേരള ബാങ്ക് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. തത്സമയം ആ പ്രദേശത്തെ അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലെ ബാങ്കുകളുടേത് ലഭ്യമാണ്. ഇപ്പൊ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലെ ഒരാളാണ് പണം സൗദി അറേബ്യയിൽ വെച്ച് നൽകുന്നതെങ്കിൽ ഈ പറഞ്ഞ പണം നിലമ്പൂരിലെ ബാങ്കിന് അന്നോ അടുത്ത ദിവസമോ നൽകാനാവും. ഇതുണ്ടാക്കുന്ന പ്രത്യേകത എത്ര വലുതാണെന്ന് ആലോചിക്കണം. യഥാർത്ഥത്തിൽ കേരള ബാങ്കിന്റെ പ്രവർത്തന പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇതൊരു ചെറിയ കാര്യം മാത്രമാണ്. ഇതുപോലുള്ള അനേകം കാര്യങ്ങൾ ഒരു ജില്ലയിലെ ആളുകൾക്ക് നിഷേധിക്കുന്നത് ശരിയല്ല. അവരെ ഇത് സഹകരിക്കാതിരിക്കുന്നത് നേതൃത്വം കൊടുത്തവര് ഗൗരവമായി ചിന്തിക്കണം. ഒഴിഞ്ഞു നിൽക്കുകയല്ല വേണ്ടത്, ഇതിന്റെ ഭാഗമായി മാറുകയാണ് വേണ്ടത്. കേരള ബാങ്ക് നമ്മുടെ സംസ്ഥാനത്തിന്റെ സ്വന്തം ബാങ്കായി മാറാൻ പോവുകയാണ്. എല്ലാ ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് സാമ്പത്തിക രംഗത്ത് RBI ചെലുത്തുന്ന എല്ലാ നിയന്ത്രണങ്ങളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കും ഈ ബാങ്ക് പ്രവർത്തിക്കുക. പൂർണ്ണമായും ഒരു പ്രൊഫഷണൽ സ്ഥാപനമായി തന്നെ ബാങ്ക് പ്രവർത്തിക്കുന്നതായിരിക്കും. ഇപ്പോ ഗോപി കോട്ടമുറികളുടെ നേതൃത്വത്തിൽ അധികാരത്തിലേറിയിട്ടുള്ള ഡയറക്ടർ ബോർഡ് പ്രൊഫഷണലിസത്തിന് തന്നെയാണ് പ്രാമുഖ്യം നൽകുക. അതേസമയം കേരളത്തിലെ ജനങ്ങളെ, കേരളത്തിന്റെ വിവിധ പ്രശ്നങ്ങളെ നേരിട്ട് മനസ്സിലാക്കിയവരും അതിനെ മനസ്സിലേറ്റിയവരുമാണ് ഈ ഡയറക്ടർ ബോർഡിൽ അംഗങ്ങളായി വന്നിട്ടുള്ളത്. അതിന്റെ ഭാഗമായി തന്നെ കേരളത്തിന്റെ പ്രശ്നങ്ങളിൽ ഗൗരവമായി ഇടപെടൽ ബാങ്കിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും. കേരളത്തിന്റെ സഹകരണ മേഖല നമ്മുടെ സംസ്ഥാനത്തിന്റെ പൊതുവായ പ്രശ്നങ്ങളിൽ വലിയ തോതിൽ ഇടപെട്ട് സഹായിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ നല്ലതുപോലെ സഹകരിക്കാനും സഹായിക്കാനും സഹകരണ മേഖല തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ KSRTCയുടെ കാര്യമെടുത്താലും നമ്മുടെ നാടിന്റെ സാമൂഹ്യ പെൻഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലായാലും പാവങ്ങൾക്ക് വീട് നൽകുന്നതിന് സഹകരണ മേഖല നടപ്പാക്കിയ കെയർ ഹോം പദ്ധതിയായാലും നമ്മുടെ പാവങ്ങളുടെ സാമൂഹ്യ പെൻഷൻ കാര്യങ്ങളിലായാലും എല്ലാറ്റിലും ഒരുപാട് കാര്യങ്ങൾ സഹകരണ മേഖല ഇടപെട്ടിട്ടുണ്ട്. അതിനെല്ലാം ഫലപ്രദമായി നേതൃത്വം കൊടുക്കുന്ന സാമ്പത്തിക സ്ഥാപനമായിട്ടാണ് കേരള ബാങ്ക് മാറാൻ പോകുന്നത്. ഒരു സംശയവുമില്ല, അനന്തമായ സാധ്യതയാണ് ഈ ബാങ്കിന്റെ ഭാവി പ്രവർത്തനങ്ങളിൽ നമുക്ക് മുന്നിലുള്ളത് എന്ന് നാം കാണണം. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ നമ്പർ 1 ബാങ്കായി കേരള ബാങ്ക് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. സഹകരണ മേഖലയിൽ എപ്പോഴും കേരളത്തിന്റെ സഹകരണ സ്ഥാപനങ്ങൾ നമ്പർ 1 സ്ഥാനങ്ങൾ നേടാറുണ്ട്. ഇവിടെ വേറൊരു രീതിയിലേക്ക് വരികയാണ്. എല്ലാ ഷെഡ്യൂൾഡ് ബാങ്കുകളെയും എടുത്താൽ അതിൽ നമ്പർ 1 ആയി കേരള ബാങ്ക് മാറാൻ പോകുന്നു എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. എല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയുമാണ് ഇതിന് വേണ്ടത്. അതുണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് പുതിയ ബാങ്കിന്
പുതിയ ബാങ്ക് ഡയറക്ടർ ബോർഡിന് അവരൊരു ചരിത്ര ദൗത്യമാണ് ഏറ്റെടുക്കുന്നത്. ആദ്യത്തെ ഡയറക്ടർ ബോർഡാണ്. അവർക്ക് എല്ലാ ആശംസകളും നേരുന്നു. പ്രാഥമിക സഹകരണ സംഘങ്ങൾ